പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യോഹന്നാൻ 13:35 ദൈവം മനുഷ്യന് നൽകിയ കൽപ്പനയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. വിശുദ്ധ ഗ്രന്ഥം ദൈവത്തെക്കുറിച്ച് നൽകുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ദൈവം സ്നേഹമാണ് എന്നുള്ളതാണ്. 1 യോഹന്നാൻ 4:16 അത് വ്യക്തമായി പറയുന്നുണ്ട്. ദൈവസ്നേഹം വെളിപ്പെടുത്തി തരുന്നതിൻ്റെ ലക്ഷ്യം മനുഷ്യൻ ആ സ്നേഹം അറിയണമെന്നും ആ സ്നേഹം പോലെ മറ്റുള്ളവരോടും വർത്തിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം സ്നേഹത്തിൽ വളരുക എന്നതായിരിക്കണം. 1 യോഹന്നാൻ 4:7-8 തിരുവചനങ്ങളിൽ സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്നുള്ളവനാണ്, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. യേശു നമ്മെ എപ്രകാരമാണ് സ്നേഹിച്ചത്? സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ച യേശുനാഥൻ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വജീവൻ കുരിശിൽ ബലി അർപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായി യേശു തൻ്റെ ശരീരവും രക്തവും വിഭജിച്ചു നൽകുന്ന പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും ചെയ്തു. പിതാവായ ദൈവം നമ്മെ എപ്രകാരമാണ് സ്നേഹിച്ചത് അത് നാം അറിഞ്ഞിരിക്കണം. പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ യേശുവിനെ നമ്മുടെ രക്ഷയ്ക്കായി ഈ ഭൂമിയിലേക്ക് അയച്ചു. ആ ദൈവസ്നേഹത്തെയാണ് നാം നന്ദിയോടെ എന്നും ഓർക്കുകയും ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യേണ്ടത്. യോഹന്നാൻ 3:16 തിരുവചനം പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയാണ്. യോഹന്നാൻ 14:15-16 തിരുവചനങ്ങളിലൂടെ യേശു പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരികയും ചെയ്യും. ദൈവസ്നേഹത്തിൽ വളരുവാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായത് പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ്. അതിനുവേണ്ടി തന്നെയാണ് പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത്. നാം ദൈവസ്നേഹത്തിൽ വളരണം, പരസ്നേഹത്തിൽ വളരണം. പാവപ്പെട്ടവരെ പരിഗണിക്കാൻ, ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ, വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകാൻ, അതിനുള്ള സാമ്പത്തിക സഹായം നൽകാൻ, അതിന് നേതൃത്വം കൊടുക്കാൻ, വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കാൻ, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുവാൻ, രോഗികളായി കഴിയുന്നവരെ ശുശ്രൂഷിക്കാൻ, അങ്ങനെ ഹൃദയപൂർവ്വം ദുഃഖിതരുടെ ദുഃഖം അകറ്റാൻ ഉള്ള ശക്തി നമുക്ക് തരുന്നത് ദൈവസ്നേഹത്തിൽ നാം വളരുമ്പോഴാണ്. ആ വളർച്ചയ്ക്ക് നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു. നമ്മുടെ ജീവിതം സൽപ്രവർത്തികൾ കൊണ്ട് സമ്പന്നനാക്കണം എന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നിർദ്ദേശം നൽകും. പാവപ്പെട്ട ദരിദ്രരായവർക്ക് വേണ്ടി നാം അലിവോടെ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും ദൈവം പ്രതിഫലം നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ജീവഗ്രന്ഥത്തിൽ അവരുടെ പേരുകൾ ദൈവം ചേർത്ത് വയ്ക്കും. അവർക്ക് ലഭിക്കുന്നതാണ് നിത്യജീവൻ. അന്ത്യവിധിയുടെ സമയത്ത് വിധിയാളനായി വരുന്ന യേശുനാഥൻ നന്മ ചെയ്യുന്നവരോട് പറയുന്നത്, ഞാൻ രോഗിയായിരുന്നു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, ഞാൻ വസ്ത്രമില്ലാത്തവനായിരുന്നു, ഞാൻ ഭക്ഷണം ഇല്ലാത്തവനായിരുന്നു, അപ്പോഴെല്ലാം നിങ്ങൾ എന്നെ പരിഗണിച്ചു, എനിക്ക് ഭക്ഷണം നൽകി, എനിക്ക് വസ്ത്രം നൽകി, രോഗിയായിരുന്നപ്പോൾ എന്നെ ശുശ്രൂഷിച്ചു. അതിനാൽ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്
നിത്യജീവനിലേക്ക് പ്രവേശിക്കുക എന്നാണ് യേശുനാഥൻ പറയുന്നത്. എന്നാൽ സ്വാർത്ഥപരമായി അഹങ്കാരത്തിൽ തനിക്കുള്ളതെല്ലാം തൻ്റേത് മാത്രമെന്ന രീതിയിൽ ജീവിച്ചവരോട്, പാവപ്പെട്ടവരെ സഹായിക്കാത്തവരോട്, അവർക്ക് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാത്തവരോട്, ദുഃഖിതരെ ആശ്വസിപ്പിക്കാത്തവരോട്, അവഗണിച്ച് മറ്റുള്ളവരെ തള്ളുന്നവരോട്, കുറ്റപ്പെടുത്തിയും ഒറ്റപ്പെടുത്തിയും മറ്റുള്ളവർക്ക് വേദന നൽകുന്നവരോടെല്ലാം യേശു പറയുന്നത്, നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് നിത്യ നരകമാണ് എന്നതാണ്. അതിനാൽ നമ്മുടെ മുൻപിൽ വരുന്ന ഓരോ ദുഃഖിതനും യേശു ആണ് എന്നുള്ള ബോധ്യത്തോടു കൂടി യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് നാം ഈ അന്ത്യവിധിയുടെ യേശു പറയുന്ന കാര്യങ്ങൾ ഓർത്ത് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അതിനായിട്ട് എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.